നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് ആരോട് എന്തിന് യുദ്ധം ചെയ്യട്ടെ, കലഹമുണ്ടാക്കട്ടെ എന്നോർത്ത് തലപുകച്ചാണ് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നത് പോലും. ട്രംപിനെതിരെ ശബ്ദിക്കുന്നത് ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന അതേ ട്രംപ് തന്നെയാണ് മുഖം നോക്കാതെ ആർക്കെതിരെയും എന്ത് പറയുന്നത്. ലോക സാമ്പത്തിക ഭീമന്മാരായ പല കമ്പനികൾക്കെതിരെയും ട്രംപ് കേസും നൂലാമാലകളും ഉണ്ടാക്കിക്കൊണ്ട് ഇനി തനിക്കെതിരെ ഒരു ചെറുവിരലനക്കാനുള്ള ധൈര്യം പോലും ഉണ്ടാകാത്ത തരത്തിൽ അടിച്ചമർത്തി ഒതുക്കി മൂലക്കിരുത്തുന്നതാണ് കുറെ നാളായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ട്രംപും യൂട്യൂബും തമ്മിൽ കഴിഞ്ഞ കുറെ നാളായി വൻപിച്ച നിയമയുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിനെതിരെ ശബ്ദിക്കാൻ കാണിച്ച ധൈര്യത്തിന്, ട്രംപിനെതിരെ പ്രവർത്തിക്കാൻ കാണിച്ച ധൈര്യത്തിന് യൂട്യൂബിന്റെ നാവു തന്നെ പിഴുതെടുക്കാനുള്ള, അല്ലെങ്കിൽ അടിവേര് തന്നെ മാന്തി പൊളിച്ചു പുറത്താനുള്ള ശ്രമമാണ് ട്രംപ് നടത്തിയത് എന്ന് പറയേണ്ടി വരും. തന്റെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തതിനെതിരെയാണ് യൂട്യൂബും ട്രംപും തമ്മിൽ നീണ്ട നാളത്തെ നിയമ പോരാട്ടം തുടങ്ങിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ കേസ് ഒത്തുതീർപ്പാക്കാൻ $24.5 മില്യൺ, അതായത് 217.44 കോടി ഇന്ത്യൻ രൂപ നൽകാമെന്ന് ഒടുവിൽ ഗത്യന്തരമില്ലാതെ യൂട്യൂബിന് സമ്മതിക്കേണ്ടി വന്നു. 2021 ജനുവരിയിൽ US ക്യാപിറ്റോളിൽ നടന്ന കലാപത്തെ തുടർന്നാണ് ട്രംപിന്റെ അക്കൗണ്ട് യൂട്യൂബ് സസ്പെൻഡ് ചെയ്തത്. ഒത്തുതീർപ്പ് പ്രകാരം ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫാബെറ്റ് വൈറ്റ് ഹൗസിൽ $200 മില്യൺ ചെലവിൽ നിർമ്മിക്കുന്ന ബോൾറൂം പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന സംഘടനയ്ക്ക് ട്രംപിന്റെ പേരിൽ $22 മില്യൺ സംഭാവനയായി നൽകും. ബാക്കിയുള്ള $2.5 മില്യൺ അമേരിക്കൻ കൺസർവേറ്റീവ് യൂണിയൻ, അമേരിക്കൻ എഴുത്തുകാരി നയോമി വുൾഫ് എന്നിവരുൾപ്പെടെയുള്ള കേസിലെ മറ്റ് വാദികൾക്ക് ലഭിക്കും. ഒത്തുതീർപ്പിലെത്തിയെങ്കിലും യൂട്യൂബ് തെറ്റ് സമ്മതിച്ചിട്ടില്ല. തർക്കത്തിനുള്ള അവകാശവാദങ്ങളിൽ ഒത്തുതീർപ്പിലെത്തുക, കൂടുതൽ നിയമ നടപടികളുടെ ചെലവുകളും അപകട സാധ്യതകളും ഒഴിവാക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് ഇതിലെത്തിയതെന്നാണ് കോടതി രേഖകളിൽ യൂട്യൂബ് വ്യക്തമാക്കുന്നത്. 2025 രണ്ടാം പാദത്തിൽ മാത്രം ഏകദേശം $9.8 ബില്യൺ പരസ്യ വരുമാനം നേടിയ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒത്തുതീർപ്പ് തുക താരതമ്യേന വളരെ ചെറുതാണ്. 2020 തിരഞ്ഞെടുപ്പിന് പിന്നാലെ ട്രംപിന്റെ അനുയായികൾ നടത്തിയ ജനുവരി 6 ആക്രമണത്തെ തുടർന്ന് മെറ്റയും എക്സും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ട്രംപിന് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ട്രംപ് സ്വീകരിച്ച നിയമ നടപടികളെ തുടർന്ന് മെറ്റയും എക്സും കോടിക്കണക്കിന് ഡോളർ നഷ്ടപരിഹാരം നൽകാൻ സമ്മതിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂട്യൂബിന്റെയും നടപടി. തന്നെ അന്യായമായി സെൻസർ ചെയ്തു എന്ന ട്രംപിന്റെ വാദങ്ങൾ പരിഹരിക്കുന്നതിനായി മെറ്റ പ്ലാറ്റ്ഫോംസും എക്സും ഈ വർഷം ആദ്യം കോടിക്കണക്കിന് ഡോളർ നഷ്ടപരിഹാരം നൽകാൻ സമ്മതിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂട്യൂബിന്റെയും ഈ ഒത്തുതീർപ്പ് പുറത്തു വന്നിരിക്കുന്നത്. 2021 ജനുവരി 6 പ്രചരണ ഭാഷയിൽ വികാരമുളവാകാനിടയുള്ള പ്രസംഗങ്ങൾ ദൂരവ്യാപക സാമൂഹിക പ്രത്യാഘാതങ്ങൾ വരുത്തുമെന്ന സാധ്യത നിലകൊള്ളുന്ന സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമങ്ങൾ അതീവ ജാഗ്രത പാലിച്ചത്. യൂട്യൂബ് ആ സമയത്ത് ട്രംപിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിനുള്ള ചട്ടങ്ങൾ സംബന്ധിച്ച അവകാശങ്ങളെ പരമാവധി വിലയിരുത്തി. ഭാവി ഭീഷണിയുടെ സാധ്യതകൾ പരിഗണിച്ചാണ് നടപടി സ്വീകരിച്ചത്. എന്നാൽ അതിന് യൂട്യൂബിന് ട്രംപിന്റെ പ്രതികാര നടപടികളുടെ വലിയ ഭാരം ദീർഘനാൾ ചുമക്കേണ്ടി വന്നു. യൂട്യൂബിനെ പോലെ വലിയൊരു സമൂഹ മാധ്യമത്തിന് പോലും ഇത്രയും വില തങ്ങളുടെ നിയമങ്ങളും നയങ്ങളും പാലിക്കുന്നതിന് കൊടുക്കേണ്ടി വരുമ്പോൾ ട്രംപിനെതിരെ ശബ്ദിക്കാൻ പോലും ഇനി ഏതൊരു മാധ്യമമോ ഭയക്കുമെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക. ഇതുവഴി ട്രംപിന് സ്വന്തം വഴിയിലെ മുള്ളുകൾ പൂവ് പോലെ എടുത്തു മാറ്റാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ലോകത്തിനെ വെല്ലുവിളിച്ച് വിജയിച്ചു എന്ന് കണക്കാക്കേണ്ടി വരും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച